മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. തലയോലപ്പറമ്പിലെ വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, കണ്ണീരോർമ്മയാവുകയാണ് ബിന്ദു. സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നാടിൻ്റെ മുഴുവൻ കണ്ണീർ ഓർമ്മയാവുകയാണ് ബിന്ദു. സംസ്കാര ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചിതയെല്ലാം ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുന്നത്. കുടുംബക്കാരും ബന്ധപ്പെട്ടവരും ബിന്ദുവിനോട് അടുപ്പമുള്ളവരും രാഷ്ട്രീയ നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കുറച്ചു മുൻപ് തന്നെ ഈ പൊതുദർശനത്തിലടക്കം ഒരുപാട് പേർ വരികയും കണ്ടും കേട്ടും വാർത്ത കേട്ടുമെല്ലാം ഒരുപാട് പേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാവരും വന്ന് അന്ത്യോപചാരം അർപ്പിക്കുകയുമുണ്ടായി. എന്തായാലും നേരത്തെ പറഞ്ഞിരുന്നത് 11 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ്. എന്നാൽ പിന്നീട് തിരക്കും ആളും എല്ലാം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് 12 മണിയിലേക്ക് സംസ്കാരം മാറ്റുകയുണ്ടായത്. എന്നാൽ തുടർന്ന് വീണ്ടും മഴയെല്ലാം സംബന്ധിച്ചുകൊണ്ട് വീണ്ടും 12:30, ഇപ്പോൾ 12:45 ആവാറായിട്ടുണ്ട് സമയം. അതുകൊണ്ടാണ് ഈ സമയം വരെ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. ഒരു നാടിൻ്റെ മുഴുവൻ കണ്ണീരോർമ്മയായി, അല്ലെങ്കിൽ കണ്ണീരോടെയാണ് നാട് ബിന്ദുവിനെ യാത്ര അയക്കുന്നത്. മൃതദേഹം കൊണ്ടുവന്നപ്പോൾ മുതൽ ഒരുപാടധികം പേരാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും കണ്ണീരണിയാണ്ട് ഇവിടെ നിന്ന് പോവാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. 8:30 മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു സമയം തൊട്ട് തന്നെ ഒരുപാട് പേർ ഈ ഒരു പൊതുദർശനത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തുകയുണ്ടായി. വന്നവരെല്ലാം ഒരുപോലെ പറയുന്ന ഒരു കാര്യമായിരുന്നു, ഒരു വീടിൻ്റെ എല്ലാമായിരുന്ന, അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന, ചികിത്സാ ചെലവുകളാണെങ്കിലും പഠന ചിലവുകളാണെങ്കിലും ഒരു വീടിൻ്റെ എല്ലാം നോക്കി നടത്തിയിരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ വന്ന എല്ലാവരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗുരുതര വീഴ്ചയും സുരക്ഷയുടെ, അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലെല്ലാം വന്ന ഗുരുതര വീഴ്ചയെ ചൊല്ലിയെല്ലാം ഒരുപാടധികം ആരോപണങ്ങൾ ഇവിടെ വന്നിട്ടും ഒരു പൊതുദർശനത്തിനിടയിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകുകയുണ്ടായിരുന്നു. വി.ഡി. സതീഷിനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ MLA എത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം വരികയും മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയും എല്ലാം ചെയ്തു. വന്നവരെല്ലാം ഒരുപോലെ പ്രതികരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗുരുതര വീഴ്ചയെ ചൊല്ലിയും എല്ലാം തന്നെയായിരുന്നു. ഇപ്പോൾ ചടങ്ങുകളെല്ലാം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഇനി ചിതയ്ക്കരികിലേക്ക് മൃതദേഹം എത്തിക്കുക എന്നുള്ളതാണ് അടുത്തതായി ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടന്നിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വീടെന്ന് പറയുന്നത് കുറച്ച് താഴ്ചയിൽ നിൽക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മതിയായ ഒരു സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഈ ഒരു പൊതുദർശനം അടക്കം വീടിന് മുകളിലുള്ള ഒരു പറമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത്. ഒരുപാടധികം പേർ പൊതുദർശനത്തിൽ എത്തുകയുണ്ടായി. എന്നാൽ അതിനുശേഷം പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തന്നെ മൃതദേഹം ഏകദേശം ഒരു 12 മണിയോട് കൂടിയാണ് വീട്ടിലേക്ക് തന്നെ മൃതദേഹം എടുക്കുകയുണ്ടായത്. തുടർന്ന് അവിടെയുള്ള ഈ ഒരു ചടങ്ങുകൾക്കെല്ലാം ശേഷം ഇനി ചിതയിലേക്ക് വെക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിലെല്ലാം മനസ്സിലാവുന്നത് പോലെ ബിന്ദുവിൻ്റെ അമ്മയടക്കം ആ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് മുൻപ് വരെ, അല്ലെങ്കിൽ രാവിലെ ഈ ഒരു പൊതുദർശനത്തിന് മൃതദേഹം എത്തിച്ചപ്പോൾ ആ ഒരു സമയത്തെല്ലാം ബിന്ദുവിൻ്റെ അമ്മയും മക്കളുമെല്ലാമാണ് മൃതദേഹത്തിനരികെ ഉണ്ടായിരുന്നത്. പിന്നെ കരഞ്ഞു തളർന്ന് ക്ഷീണിച്ച അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വന്നവരെല്ലാം അമ്മയെല്ലാം കണ്ട്, ബിന്ദുവിൻ്റെ അമ്മയെ കണ്ട് സങ്കടത്തിൽ പങ്കുചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം അമ്മ പ്രതികരിച്ചത് വളരെ വികാരാതീതമായിട്ട് തന്നെയാണ്. കാരണം മകൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി സമ്പാദിച്ച് ഒരു കുടുംബത്തെ മുഴുവൻ നോക്കി ആ മകളിൽ നിന്നില്ല എന്ന് പറയുന്ന രീതിക്കുള്ള അങ്ങനെയും വളരെയധികം വിഷമത്തോടെ, അല്ലെങ്കിൽ സങ്കടത്തോടെ നെഞ്ചുപൊട്ടിയാണ് അമ്മ ഓരോരുത്തരോടും സംസാരിക്കുകയുണ്ടായത്. രാഷ്ട്രീയ നേതാക്കളെല്ലാം ഈ ഒരു പൊതുദർശനത്തിന് ശേഷം വീട്ടിലെത്തി അമ്മയെയും കുടുംബത്തിലുള്ളവരെയും ബന്ധുക്കളെയും എല്ലാം കണ്ടതിന് ശേഷമാണ് മടങ്ങുകയുണ്ടായത്. എന്തായാലും ഇപ്പോൾ ചടങ്ങുകൾ അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു നാടിനാകെ മൊത്തം വേദന സമ്മാനിച്ച, അല്ലെങ്കിൽ വേദന മാത്രം തന്ന ഒരു വാർത്ത തന്നെയാണ്. ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ, ഒരു അപകടം അറിയുമ്പോൾ തന്നെ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ആർക്കും ഒരു അപകടം പറ്റരുത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു വാർത്ത ആദ്യം പുറത്തു വന്ന സമയത്തടക്കം വന്ന ഒരു കാര്യം, ആർക്കും പരിക്കുകളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കാത്ത ഒരു കെട്ടിടമാണ്
വീണത് എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇതിൽ അപകടത്തിലൊന്നും പെട്ടിട്ടുണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള മറുപടികൾ തന്നെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനാൽ തന്നെ പ്രാഥമിക അന്വേഷണം പോലും നടത്തിയില്ല എന്നുള്ള കാര്യമൊന്നും അപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. ഇങ്ങനെയൊരു മറുപടി വരുമ്പോൾ ആ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു. ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം പൊളിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കേണ്ടായത്. എന്നാൽ തുടർന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് ഇത്തരത്തിൽ അതിനപ്പുറത്തേക്ക് ഒരാളെ കാണാനില്ല എന്നുള്ള തരത്തിലേക്കൊക്കെ വാർത്ത മാറുന്ന അല്ലെങ്കിൽ വിവരങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബിന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ മകളടക്കം പറയുകയും മകൾ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭർത്താവടക്കം ബിന്ദുവിൻ്റെ ഭർത്താവടക്കം ഇത്തരത്തിൽ ഭാര്യയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള നേതാക്കളോടും എല്ലാം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ആരും ചെവി കൊള്ളാത്ത ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ വന്ന നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുകയും തുടർന്നാണ് ഒരു അന്വേഷണത്തിലേക്കും തിരച്ചിലിലേക്കും എല്ലാം കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം 2-2.5 മണിക്കൂറുകൾക്കെല്ലാം ശേഷം JCB അടക്കം വെച്ച് തിരഞ്ഞ ആ ഒരു തിരച്ചിലിനിടയിലാണ് ഇങ്ങനെ